ഹലോ, എല്ലാവർക്കും അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴയിലുള്ള ഹൗസ് ബോട്ടിന് മുന്നിലാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഫസ്റ്റ് ടൈം. ഞങ്ങൾ എല്ലാവരും ഇല്ല, കുറച്ച് പേര് മിസ്സിങ് ആണ്. എന്നാലും ഉള്ളവരൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പം വീഡിയോ കാണാം. ഓക്കെ. ഞങ്ങളപ്പോൾ ഇവിടെ എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാറിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും വന്നെത്തിയത് ഇവിടെ. അപ്പോൾ അത് 2 കാറും ഇവിടെ നല്ല സെക്യൂറായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടെല്ലാം നമ്മുടെ ഈ ബോട്ടുകാർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. വളരെ നല്ല ആൾക്കാരായിരുന്നു എന്തായാലും. അപ്പം ഇനി കാണാൻ പോകുന്ന ബോട്ടാണ്, അതായത് ഹൗസ് ബോട്ടാണ് ഇനി ഒരു ദിവസത്തേക്ക് നമ്മുടെ ഹോം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ ബോട്ടിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബോട്ട് മൊത്തത്തിലാണ് നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തത്. ഇവിടെയെന്ന് വെച്ചാൽ വീതി കുറഞ്ഞ ഒരു പലക കഷ്ണമാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതേ കൂടെ വേണം നമ്മൾ കയറി ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ അത്ര വലിയ ഇതും തോന്നില്ലെങ്കിലും നമുക്ക് ചെറുതായിട്ടൊന്ന് പേടിയൊക്കെ ആവും കയറി പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളെല്ലാവരും കയറി ചെന്ന ഉടനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഇനി ഞങ്ങൾ നേരെ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകാം കേട്ടോ, അവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. താഴെ 3 റൂമും മുകളിൽ 2 റൂമും ആയിട്ടാണ് ഉള്ളത്. ഇതാണ് മുകളിലത്തെ റൂം. ഹൗസ് ബോട്ടിലെ ഓരോ റൂമുകളാണ് കേട്ടോ. എല്ലാം ഏകദേശം ഒരുപോലത്തെ റൂമുകളാണ്, ജസ്റ്റ് കളറിലുള്ള വ്യത്യാസം മാത്രം. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് കൈ കഴുകാനുള്ള സൗകര്യങ്ങളും എല്ലാം ആയിട്ട്. ഇത് പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടെ അടുത്ത റൂം വരുന്നുണ്ട് കേട്ടോ. എല്ലാ റൂമും സെയിം പോലെയാണ്. ഇവിടെ ഒരു വലിയ ഹോള് പോലെ വരുന്നുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനും എല്ലാം ആയിട്ടുള്ള സ്ഥലം കേട്ടോ. മൊത്തം താഴെ എത്ര റൂമാ വരുന്നത്? മേലെ 2, 5 ബെഡ്റൂംസ്. ഏതാ കുട്ടാ? ഇതോ? ഇതാണ് ഞങ്ങളുടെ റൂം. ഹലോ, ഇതാണ് കേട്ടോ സൂപ്പർ റൂം. ഇതാണ് മോളെ സൂപ്പർ റൂം. കറക്റ്റ് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് വരുവേ. അത് ഫൗള വന്നു. അങ്ങനെ മുകളിലത്തെ എല്ലാം കണ്ടിട്ട് പിന്നെ ഞങ്ങൾ താഴത്തെ ഫ്ലോറിലേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ബോട്ട് എടുക്കുമ്പം അവർ വന്ന് പറഞ്ഞു കുറച്ചും കൂടെ കാണണമെങ്കിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും.
അങ്ങനെയാണ് താഴെ വന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ നേരെ താഴത്തെ ഫ്ലോറിലേക്ക് പിന്നെയും പോവാണ് കേട്ടോ. അപ്പൊ എന്തിനാ ഈ പഴം പിടിച്ചെടുത്തത്? ഞങ്ങൾ ആരും കൊണ്ടുപോകില്ല, ഞങ്ങൾക്ക് വേണ്ട. നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റ് ആയതുള്ളൂ കേട്ടോ നമ്മുടെ ബോട്ട് എടുത്തിട്ട്. പിന്നെ നമ്മളെ കുറച്ച് കായലിലൂടെ ഇങ്ങനെ കുറച്ച് നേരം കൊണ്ടുപോകും. ഗൈസ്, ഞങ്ങൾ സ്പീഡ് ബോട്ട് കയറാൻ പോവാണ്. അതിന് മുന്നേ ഉള്ള ഒരുക്കങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറി മടുത്ത് നേരെ ഞങ്ങൾക്ക് അവിടെ ഒരു കള്ള് ഷാപ്പിൻ്റെ അവിടെ അവർ നിർത്തി തന്നു കേട്ടോ. ഞങ്ങളുടെ ഒത്തിരി കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു നാട്ടിൽ പോകുമ്പം അവിടുത്തെ കള്ള് ഷാപ്പിലൊക്കെ പോയിട്ട് നല്ല മീൻകറി കഴിക്കണം, നല്ല എരിവിട്ട മീൻകറിയും ഞണ്ടുകറിയൊക്കെ കഴിക്കണമെന്നേ. അപ്പോൾ ഇവിടെ നമുക്ക് ഞണ്ട് മേടിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ ഞണ്ട് മേടിച്ചിട്ട് നേരെ നമ്മുടെ ബോട്ടിൽ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ അവിടെയുള്ളവർ നമുക്ക് അത് കുക്ക് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നേരെ നമ്മുടെ ബോട്ടിലുള്ള കിച്ചണിലുള്ള സ്റ്റാഫിന് കൊണ്ട് കൊടുത്തു. ഇനി ഇവിടുത്തെ കിച്ചണിലൊന്ന് പോയി നോക്കാം കേട്ടോ. അവിടെ അവരെന്തൊക്കെയാണ് നമുക്ക് വേണ്ടി കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് കാണാവേ. ആഹാ, കയറി ചെന്നതേ കാണുന്നത് കരിമീനാണ് കേട്ടോ. കരിമീൻ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ, നമ്മൾ കൊടുത്തതല്ല. പിന്നെ ബാക്കി എന്താ, നല്ല ചൂട് ചോറ്, പിന്നെ സാമ്പാർ, പപ്പടം, പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ സാലഡ്, പിന്നെ 2 തോരൻ കറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മോരുകറിയിൽ ഈ കൈതച്ചക്കയൊക്കെ ഇട്ടിട്ടുള്ള എന്തോ അതിന് പറയുന്നത്, പൈനാപ്പിൾ പച്ചടിയോ, ആ സാധനം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കരിമീൻ, അതാണ് ഏറ്റവും ഫേവറേറ്റ്. ഇതെല്ലാം കൂട്ടിയിട്ട് ഞങ്ങളിനി ഉച്ചക്കത്തെ ചോറിനാൻ പോവാണ്. അപ്പം കൊതിയായിട്ട് വയ്യ, വേഗം പോയി ചോറിനിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ചടപടേന്ന് ഫുഡൊക്കെ കഴിച്ച്
നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ നല്ല ടയേർഡായിട്ട് നല്ല ചൂടായിട്ടുള്ള നല്ല ഫുഡ് കഴിക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഭയങ്കര ഒരു ആംബിയൻസിലിരുന്ന് കഴിക്കുമ്പോൾ അതൊരു വേറെ ഫീലായിരുന്നു എന്തായാലും. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾക്ക് ബോട്ട് കുറച്ച് നേരം നിർത്തി തന്നു കേട്ടോ, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളതിൽ നടന്ന് ഇങ്ങനെ കുറേ കണ്ടു. കുറേ പേര് കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞു, കുറേ പേര് നമ്മളെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്തു. എല്ലാം കഴിഞ്ഞ് പിന്നെയും തിരിച്ച് ഞങ്ങൾ ബോട്ടിൽ തന്നെ എത്തി. അവിടെ ഫുഡ് പിന്നെ നമ്മൾ കൊടുത്ത ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ, നമ്മുടെ ഞണ്ടും മറ്റേ ചെമ്മീനും എല്ലാം കൂടെ. അതെല്ലാം എടുത്ത് കഴിച്ച് അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ എല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ എണീറ്റ് ചായ കൂടിയൊക്കെ ആയിട്ട് അവനവന് ഇഷ്ടപ്പെട്ട സ്പോട്ടിലൊക്കെ പോയിരുന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരുന്നു കേട്ടോ. ഇനി അധികം സമയമില്ല, നമ്മളിപ്പോൾ തന്നെ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ഒരു ഫാമിലി ടൂറായിരുന്നു ഇത്. നല്ല രസമായിരുന്നു എന്തായാലും. അപ്പം കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ബൈ ബൈ.